നോക്കുന്ന ക്വസ്റ്റ്യൻ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. KTUലെ മെയ് 2019 റാങ്കിൻ സൈക്കിൾ ഒരു പ്രോബ്ലം നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: an ideal Rankine cycle employs steam as the working fluid, then saturated vapor enter the turbine at 80 bar and saturated liquid exit the condenser at a pressure of 0.08 bar. The net power output of the cycle is 100 megawatts. Both turbine and pump have an isentropic efficiency of 85%. Determine thermal efficiency, mass flow rate and rate of heat transfer in the boiler. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം റാങ്കിൻ സൈക്കിളിൽ 1, 2, 3 and 4 എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ നോർമലി മാർക്ക് ചെയ്യാറുള്ളത് 1 ടർബൈൻ്റെ ഇൻലെറ്റ് കണ്ടീഷനിലാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സാച്ചുറേറ്റഡ് വേപ്പർ എൻ്റർ ദി ടർബൈൻ അറ്റ് 80 ബാർ. ഓക്കെ, ഞാനിപ്പോൾ ഒരു സാമ്പിൾ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഞാൻ TS ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റീം ടർബൈനിൽ എൻ്റർ ചെയ്യുന്നത് സാച്ചുറേറ്റഡ് വേപ്പർ കണ്ടീഷനിലാണ്. ഓക്കെ, ദിസ് കണ്ടീഷൻ നമ്പർ 1 അറ്റ് ദി പ്രഷർ 80 bar. ഓക്കെ, ആൻഡ് സാച്ചുറേറ്റഡ് ലിക്വിഡ് എക്സിറ്റ് ദി കണ്ടൻസർ. നമുക്കറിയാം റാങ്കിൻ സൈക്കിളിൽ 1 to 2 ടർബൈനിൽ എക്സ്പാൻഷൻ പ്രോസസ് ഐസെൻട്രോപിക് പ്രോസസ്സാണ്. ദെൻ 2 to 3 കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് റിജക്ഷനാണ്. സോ 2 കഴിഞ്ഞ് 3 എന്ന് പറയുന്നതാണ് കണ്ടൻസറിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ. ഓക്കെ, 2 to 3 3 ആണ് കണ്ടൻസറിൻ്റെ എക്സിറ്റ്. കണ്ടൻസറിൻ്റെ എക്സിറ്റ് കണ്ടീഷനിലാണ് സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണ്. സോ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിലായിരിക്കും 3 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ദെൻ അഗെയിൻ നമുക്കറിയാം 3 to 4 പമ്പിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസെൻട്രോപിക് പ്രോസസ്സാണ്. 4ൽ നിന്നും കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനിൽ ഹീറ്റ് സപ്ലൈ ചെയ്യും നമ്മൾ. Saturated liquid line, then deviates to saturated vapor line. Okay, so 1, 2, 3 and 4. ഇത്രയപ്പോൾ നമ്മുടെ പ്രോസസ് കംപ്ലീറ്റ് ആയി. ആൻഡ് സാച്ചുറേറ്റഡ് ലിക്വിഡ് എക്സിറ്റ്സ് ദ കണ്ടൻസർ അറ്റ് എ പ്രഷർ ഓഫ് 0.08 ബാർ. അതായത് P2ൻ്റെ പ്രഷറാണ് 0.08 ബാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ദ നെറ്റ് പവർ ഔട്ട്പുട്ട് ഓഫ് ദ സൈക്കിൾ W നെറ്റ് വാല്യൂ ആണ് 100 മെഗാ വാട്ട്സ് എന്ന് തന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് കിലോ വാട്ട്സിലാക്കി എഴുതാം, കാരണം നമുക്ക് ഇപ്പം മിക്കവാറും സോൾവ് ചെയ്യാനുള്ള എല്ലാം എൻതാൽപ്പീസ് യൂസ് ചെയ്തിട്ടായിരിക്കും. എൻതാൽപ്പി വാല്യൂ എല്ലാം കിലോ ജൂൾസിലായിരിക്കും മാർക്ക് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഈ മെഗാ വാട്ട്സ് എന്നുള്ളതിനെ കിലോ വാട്ട്സിലോട്ട് കൺവേർട്ട് ചെയ്താൽ 100 × 10⁻³ കിലോ വാട്ട്സ്. ഓക്കെ, ദെൻ ഡിറ്റർമിൻ ദീസ് ഫോളോയിങ് ക്വാണ്ടിറ്റീസ്. ആൻഡ് ടർബൈൻ്റെയും പമ്പിൻ്റെയും ഐസെൻട്രോപ്പിക് എഫിഷ്യൻസീസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് 85% ഫോർ ബോത്ത് പമ്പ് ആൻഡ് ടർബൈൻ. സോ റാങ്കിൻ സൈക്കിൾ അല്ലെങ്കിൽ സ്റ്റീം സൈക്കിൾ വരുന്ന പ്രോബ്ലം വരുമ്പോഴത്തേക്കും നമുക്ക് 2 പ്രഷർ വാല്യൂസ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എനർജി വാല്യൂസ് അല്ലെങ്കിൽ എൻതാൽപ്പി വാല്യൂസും കണ്ടുപിടിക്കാം. അതിനുവേണ്ടി യു വിൽ യൂസ് എ സ്റ്റീം ടേബിൾ. സ്റ്റീം ടേബിൾസ് കയ്യിലാണെന്നുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് റെഫറൻസ് ടെക്സ്റ്റിൻ്റെ ബാക്കിൽ തെർമൽ ടെക്സ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ബാക്കിൽ എന്തായാലും സ്റ്റീം ടേബിൾസ് കാണും. സോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതാണ് സാച്ചുറേറ്റഡ് വാട്ടർ ആൻഡ് സ്റ്റീമിൻ്റെ പ്രഷർ ടേബിൾ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് സാച്ചുറേറ്റഡ് കണ്ടീഷൻസ് ആയതുകൊണ്ട്. സോ ആദ്യമേ നമുക്ക് അതിനകത്തുള്ള കണ്ടൻസർ പ്രഷർ, അതായത് 0.08 ബാർ. ഹിയർ വി ഹാവ് 0.08 ബാർ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, 0.08 ബാർ എന്ന് പറയുന്നത് സെക്കൻഡ് പ്രഷറാണ്, P2 ആണ് അല്ലേ. സോ ആറ്റ് P2 ഈസ് ഈക്വൽ ടു 0.08 ബാർ. ഓരോരോ ക്വാണ്ടിറ്റീസ് എഴുതാം. We have the temperature as 41.5 degrees Celsius. T2 is equal to 41.5 degrees Celsius. Then HF, HFG and HG values. അതുപോലെ തന്നെ SF, SFG, SG values. Then finally we have the specific volume of fluid and gas. ഇത്രയും വാല്യൂസ് എഴുതാം. HF is equal to 173.9, HG is equal to 2577.0, HFG is equal to HFG എന്ന് പറയുമ്പോഴത്തേക്കും HG മൈനസ് HF തന്നെയാണ്. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ടേബിളിൽ നിന്ന് വാല്യൂ ഓൾറെഡി എഴുതി വെച്ചേക്കാം. 2403.1. ദെൻ SF 0.593, SG is equal to 8.229,
FG is equal to 7.636. Okay, then VFൻ്റെ വാല്യൂ 0.001008 and VGയുടെ വാല്യൂ 18.10. ഓക്കെ, ഇതേപോലെ നമുക്ക് അറ്റ് P1 is equal to 80 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും കൂടെ എഴുതാം. So absolute pressure value of 80 bar. Here we have 80 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആൻഡ് എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി വാല്യൂസ് എല്ലാം ഉണ്ട്. സോ ആ വാല്യൂസും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. P2 is equal to 80 bar. We have P1 is equal to 80 bar. We have temperature T1 is equal to 294.9, then HF 1317.1, HG 2759.9, HFG value 1442.8, then SF is equal to 3.207, SG is equal to 5.747, SFG is equal to 2.539. then നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യം വരില്ലെങ്കിലും മാർക്ക് ചെയ്തേക്കാം. VF is equal to 0.001384 and VG is equal to 0.0235. ഓക്കെ, സോ ഇത്രയും ഡേറ്റയാണ് നമുക്ക് സ്റ്റീം ടേബിൾസിൽ നിന്നും എടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. സോ അറ്റ് 1 എന്ന് പറയുന്ന പോയിന്റിൽ എന്താൽപ്പി വാല്യൂ നമുക്കിപ്പോൾ അറിയാം. ഏതാണ്? 80 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HG വാല്യൂ ആണ് 1 എന്ന് പറയുന്ന പോയിന്റിൽ എന്താൽപ്പി വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുതന്നെ അവിടുത്തെ എൻട്രോപ്പി വാല്യൂ നമുക്കറിയാം. 80 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 2.539 എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്കിത് രണ്ട് യൂസ് ചെയ്ത് ഈ 2 എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പോയിന്റിൽ എൻട്രോപ്പിയുടെ വാല്യൂ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കറിയാം ഈ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൽ ഈ ഒരു പോയിന്റിൽ 2 എന്ന് മാർക്ക് ചെയ്തേക്കുന്ന പോയിന്റിൽ എൻട്രോപ്പി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലൂയിഡ് വാല്യൂ SF ഓഫ് 3 എന്ന് പറയുന്ന പോയിന്റ് പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ X ഇൻറ്റു ഇതിനിടയിലുള്ള ഡിഫറൻസ് SFG. ഓക്കെ, ഇനി നമുക്കറിയാം 1 to 2 എന്ന് പറയുന്നത് ഒരു ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. സോ S1 എന്ന് പറയുന്നത് തന്നെയായിരിക്കും S2 എന്ന് പറയുന്നത്, അല്ലേ? 1 എന്ന് പറഞ്ഞ പോയിന്റിൽ എൻട്രോപ്പി തന്നെയായിരിക്കും 2 എന്ന് പറയുന്ന പോയിന്റ് എൻട്രോപ്പി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു S1. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ എൻട്രോപ്പി, ദാറ്റ് മീൻസ് 0.08 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലൂയിഡ് കണ്ടീഷൻ്റെ എൻട്രോപ്പി, 0.08 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലൂയിഡ് കണ്ടീഷനിലെ എൻട്രോപ്പി വാല്യൂ, ദാറ്റ് മീൻസ് 0.593 പ്ലസ് എക്സ്. ഡ്രൈനസ് ഫ്രാക്ഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ എവിടെയും പറഞ്ഞിട്ടില്ല, സോ ലെറ്റ് ഇറ്റ് ബി എക്സ്. ദെൻ SFG വാല്യൂ മീൻസ് SG മൈനസ് SFൻ്റെ വാല്യൂ അറ്റ് 0.08 ബാർ എത്രയായിരുന്നു? 7.636 ഇസ് ഈക്വൽ ടു S2 ഈക്വൽ ടു S1 ആണ്. S1 എന്ന് പറഞ്ഞതാണ് 80 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SG വാല്യൂ, 80 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SG വാല്യൂ, ദാറ്റ് മീൻസ് 5.747 ഈക്വൽ ടു 5.747. ഇപ്പോൾ ഇതിൽ അൺനോൺ ആയിട്ടുള്ള ഒരേ ഒരു ക്വാണ്ടിറ്റി എക്സിൻ്റെ വാല്യൂ ആണ്. സോ ഇക്വേഷൻ സോൾവ് ചെയ്താൽ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വി വിൽ ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0.6749. ഓക്കെ, സോ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഡ്രൈനസ് ഫ്രാക്ഷൻ എത്രയാണോ നമുക്ക് കിട്ടി. ക്രിട്ടിക്കൽ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ഡ്രൈനസ് ഫ്രാക്ഷൻ ലൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 0.6749. ഇനി എൻട്രോപ്പിയുടെ ഇക്വേഷൻ പോലെ തന്നെ നമുക്ക് 2 എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാനും ഇക്വേഷൻ യൂസ് ചെയ്യാം. H2 is equal to HF at 0.3 plus X into HFG value. ഓക്കെ, ഈ പോയിന്റിൽ HF വാല്യൂ, ദാറ്റ് മീൻസ് 0.08 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി ഓഫ് ഫ്ലൂയിഡ്
0.08 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി ഓഫ് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു 173.9 പ്ലസ് എക്സിൻ്റെ വാല്യൂ 0.6749 ആൻഡ് HFG വാല്യൂ 0.8 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് 2403.1. ഓക്കെ, സോൾവ് ചെയ്യുമ്പോഴത്തേക്കും we will get the value of H2 is equal to 1795.75. കിട്ടുന്നതെല്ലാം കിലോ ജൂൾസ് പെർ കിലോഗ്രാമിലാണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബോത്ത് ടർബൈൻ ആൻഡ് ദ പമ്പ് ഹാസ് ഐസൻട്രോപ്പിക് എഫിഷ്യൻസി വാല്യൂസ് ഉണ്ടെന്ന്. ഓക്കെ, സോ നമുക്കറിയാം ഫോർ എ ടർബൈൻ between the pressure P1 and P2, if this is the isentropic line 1 and 2, then actual line എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഡീവിയേറ്റ് ചെയ്യുന്നത്. ലെറ്റ് ദിസ് പോയിന്റ് ബി 2 ആൻഡ് ഐസൻട്രോപ്പിക് എഫിഷ്യൻസി നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് ഫോർ എ ടർബൈൻ്റെ കേസിൽ ഐസൻട്രോപ്പിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആക്ച്വൽ ഡ്രോപ്പ്, ഹീറ്റ് ഡ്രോപ്പ് അല്ലെങ്കിൽ എൻതാൽപ്പി ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ ഐസൻട്രോപ്പിക് ഡ്രോപ്പ് ഇൻ എൻതാൽപ്പി എന്നായിരിക്കും. ഓക്കെ, മീൻസ് ഐസൻട്രോപ്പിക് ലെറ്റ്സ് സേ ഹീറ്റ് ഡ്രോപ്പ്. അപ്പോൾ ഇക്വേഷൻ യൂസ് ചെയ്താണെങ്കിൽ H1 മൈനസ് ആക്ച്വലിലെ പോയിന്റ് എന്ന് വെച്ചാൽ ഏതാണ് 2 ആണ്. H1 മൈനസ് H2 ഡിവൈഡഡ് ബൈ H1 മൈനസ് H2 എന്നുള്ളതായിരിക്കും. ഓക്കെ, സോ നമുക്കിവിടെ H2 കിട്ടിയിട്ടുണ്ട്, അത് ഐസൻട്രോപ്പിക് എൻതാൽപ്പി വാല്യൂ ആണ്. പക്ഷേ നമുക്ക് H2 കണ്ടുപിടിക്കണം. സോ വി ക്യാൻ റൈറ്റ് ഐസൻട്രോപ്പിക് എഫിഷ്യൻസി 0.85 is equal to H1 മൈനസ് H2 ഡിവൈഡഡ് ബൈ H1 മൈനസ് H2. H1 എന്ന് പറയുന്നത് ഏതായിരുന്നു? 1 എന്ന് പറയുന്ന പോയിന്റിൽ വേപ്പർ കണ്ടീഷൻ്റെ എൻതാൽപ്പി വാല്യൂ, ദാറ്റ് മീൻസ് 80 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HG വാല്യൂ 2759.9 മൈനസ് H2ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു 1795.75. ഓക്കെ, H1ൻ്റെ വാല്യൂ അഗെയിൻ നമുക്കറിയാം 2759. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് H2 is equal to 1940.3725 kilojoules per kilogram. H1ൻ്റെ വാല്യൂ ഓൾറെഡി അറിയാം. H1 is equal to 2759.9. then H2 and 2 വാല്യൂ, ആക്ച്വൽ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. H2 is equal to 1940.3725. ഓക്കെ, സോ 1 and 2 രണ്ട് പോയിൻറ്റ്സും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ ടർബൈൻ വർക്ക് കണ്ടുപിടിക്കാം. വർക്ക് ടർബൈൻ ഇസ് ഈക്വൽ ടു സ്പെസിഫിക് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്, കാരണം നമ്മൾ ഇതുവരെയും മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, സോ ദി സ്പെസിഫിക് ടർബൈൻ വർക്ക് ഇസ് ഈക്വൽ ടു H1 മൈനസ് H2 ഇസ് ഈക്വൽ ടു 2759.9 മൈനസ് 1940.3725. ഓക്കെ, സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ദാറ്റ് ആസ് 819.5275 kilojoules per kilogram എന്ന് കിട്ടും. പെർ കിലോഗ്രാമിലാണ് മാസ് ഫ്ലോ റേറ്റ് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഇനി അടുത്തത് നമുക്ക് പമ്പ് വർക്ക് കണ്ടുപിടിക്കാം. സോ പമ്പ് വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 3 എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ എൻതാൽപ്പി വാല്യൂ അറിയാം, അതായത് 0.08 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എൻതാൽപ്പി വാല്യൂ ആണ്. പക്ഷേ H4 നമുക്കറിയില്ല. സോ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ദി പമ്പ് വർക്ക് പ്രഷർ വോളിയം വർക്ക് വെച്ച് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. V ഇൻറ്റു P1 മൈനസ് P2. ഇവിടെ നമ്മൾ P1 ഹയർ പ്രഷർ ആയതുകൊണ്ട് P1 മൈനസ് P2 എഴുതുന്നു. ഓക്കെ, വേർ V എന്ന് പറയുന്നത് എന്താണ്? പമ്പിൻ്റെ ഇൻലെറ്റിലുള്ള സ്പെസിഫിക് വോളിയം വാല്യൂ. പമ്പിൻ്റെ ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞ പോയിന്റിലെ സ്പെസിഫിക് വോളിയം വാല്യൂ, ഓർ ഇൻ അതർ ടേംസ് 0.08 ബാർ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയം വാല്യൂ അറ്റ് ദിസ് ലിക്വിഡ് കണ്ടീഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയിരുന്നു VFൻ്റെ വാല്യൂ ഈസ് 0.001008 ഇൻറ്റു P1 മൈനസ് P2. P1 ഈസ് 80 ബാർ ആൻഡ് P2 ഈസ് 0.08 ബാർ. നമ്മൾ ബാറിലാണ് പ്രഷർ കിടക്കുന്നത്. സോ കൺവേർഷൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കാനായിട്ട് ഇൻറ്റു 10⁵5 വേണം. ഓക്കെ, ദെൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എല്ലാം കിലോ യൂണിറ്റ്സിലാണ് ചെയ്യുന്നത്, കിലോ ജൂൾസ് കിലോ വാട്ട്സിലേക്കാണ് ചെയ്യുന്നത്. സോ ഒരു 10⁵3 കൂടെ ഡിനോമിനേറ്ററിൽ വരും. സോ ഫൈനലി വി വിൽ ഗെറ്റ് ദ പമ്പ് വർക്ക് ഇസ് ഈക്വൽ ടു 8.0559. ഇവിടെയും നമുക്ക് കിട്ടുന്നത് സ്പെസിഫിക് വാല്യൂ ആണ്, കാരണം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് സ്പെസിഫിക് വോളിയം ആണ്. ഓക്കെ, സോ 8.0559 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പമ്പ് ഹാസ് ആൻ ഐസൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് 0.85% ഉണ്ടെന്ന്. പമ്പ് അല്ലെങ്കിൽ കംപ്രസറിൻ്റെ കേസിലുള്ള നമ്മൾ എങ്ങനെയാണ് ഐസൻട്രോപ്പിക് എഫിഷ്യൻസി ഡിഫൈൻ ചെയ്യുന്നത്?
നമ്മുടെ ഇവിടുത്തെ പോയിൻറ്റ്സ് എടുക്കാം 3 and 4. ഇതായിരുന്നു നമ്മുടെ ഐസെൻട്രോപ്പിക് പമ്പ് വർക്ക്. ആക്ച്വൽ വർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഡീവേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, സേ 4' എന്നൊരു പോയിൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഐസെൻട്രോപ്പിക് ഹീറ്റ് ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഹീറ്റ് ഡ്രോപ്പ്, ഓർ ദി ഐസെൻട്രോപ്പിക് വർക്ക് ഡിവൈഡഡ് ബൈ ദി ആക്ച്വൽ വർക്ക്. നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഐസെൻട്രോപ്പിക് വർക്കാണ്. H4 - H3 8.0559 ഡിവൈഡഡ് ബൈ ആക്ച്വൽ വർക്ക് എന്ന് പറയുന്നത് 3 to 4' ആയിരിക്കും. ആക്ച്വൽ വർക്ക്. ഓക്കെ, in place we can find actual work is equal to 8.0559 divided by 0.85. നമുക്ക് വാല്യൂ എത്ര വരും? 9.4775 kilojoules per kilogram. ഓക്കെ, സോ പമ്പിൻ്റെയും ആക്ച്വൽ വർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ടർബൈൻ ആക്ച്വൽ വർക്ക് പ്ലസ് പമ്പ് ആക്ച്വൽ വർക്ക് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കറിയാം വർക്ക് ടർബൈൻ പ്ലസ് ഓക്കെ, വർക്ക് ഓഫ് ടർബൈൻ എന്ന് പറയുന്നത് 2 പോർഷൻസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. ഒന്ന് നമ്മുടെ പമ്പ് വർക്ക്, പമ്പ് റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത വർക്ക്, പ്ലസ് നമുക്ക് റിമൈനിങ് എത്രയാണോ വർക്ക് ഔട്ട്പുട്ട് കിട്ടിയത്, ദാറ്റ് മീൻസ് വർക്ക് നെറ്റ് എത്രയാണ് ഔട്ട് കിട്ടിയിരിക്കുന്നത്. ഫോർ അതർ ടേംസ് W net is equal to വർക്ക് ടർബൈൻ മൈനസ് വർക്ക് പമ്പ്. ടർബൈനിൽ എത്ര വർക്ക് പ്രൊഡ്യൂസ് ചെയ്തോ മൈനസ് പമ്പ് റൺ ചെയ്യാൻ വേണ്ടി എത്രത്തോളം വർക്കാണ് യൂസ് ചെയ്യേണ്ടി വന്നത്. സോ അതിൻ്റെ റിമൈൻഡറാണ് നമുക്ക് നെറ്റ് വർക്കായിട്ട് കിട്ടുന്നത്. എത്രയാണ്? W ടർബൈൻ എന്ന് പറയുന്നത് 819.5275 മൈനസ് വർക്ക് പമ്പ് എന്ന് പറയുന്നത് 9.4775 is equal to 810.05 എന്ന് വരും. ഓക്കെ, ഇത് കിലോ ജൂൾസ് പെർ കിലോഗ്രാമിലാണ് കിട്ടിയേക്കുന്നത്. ഇതിനെ വാട്ട്സിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ് വരണം. കിലോഗ്രാം പെർ സെക്കൻഡിലുള്ള മാസ് ഫ്ലോ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ സ്പെസിഫിക് നെറ്റ്വർക്ക് എന്നുള്ളത് ആക്ച്വൽ വർക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നെറ്റ് വർക്ക് ഈസ് ഈക്വൽ ടു 100 into 10⁻³ kilowatts, which is equal to മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന സ്പെസിഫിക് നെറ്റ് വർക്ക് ഔട്ട്പുട്ട് വാല്യൂ ആണ്. ദാറ്റ് മീൻസ് മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു 810.05. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് മാസ് ഫ്ലോ റേറ്റ് ഇസ് ഈക്വൽ ടു 123.449 കിലോഗ്രാം പെർ സെക്കൻഡ്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദ സിസ്റ്റം. അത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി ഏതൊക്കെയായിരുന്നു ക്വസ്റ്റ്യനിൽ? ടർബൈൻ്റെ എഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ട്. സോ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ അതിനുവേണ്ടി സപ്ലൈ ചെയ്ത ഹീറ്റ് ഇൻപുട്ട് വേണം. നമുക്കറിയാം ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് ബിറ്റ്വീൻ ദ പോയിൻറ്റ് 4 and 1 ആണ്. അതായത് H1 മൈനസ് H4, 4 അല്ല H4' ആക്ച്വൽ പോയിൻറ്റിലെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു ടേം കൂടെ യൂസ് ചെയ്യാം. പമ്പിൽ പ്രൊഡ്യൂസ് ചെയ്ത ആക്ച്വൽ വർക്ക് എന്ന് പറയുന്നത് 9.4775 kilojoules per kilogram ആണ്. ഓക്കെ, അതായത് 3 മുതൽ 4' എന്ന് പറയുന്ന പോയിൻറ്റ് വരെയുള്ള ആക്ച്വൽ വർക്കിൻ്റെ വാല്യൂ 9.4775 ആണ്. ഓൾസോ 3 എന്ന് പറഞ്ഞ പോയിൻറ്റിൽ എന്തായാലും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് H4' അല്ലേ. ആക്ച്വൽ വർക്ക് ഈസ് ഈക്വൽ ടു H4' മൈനസ് H3 ആണ്. സോ H4' എത്രയായിരിക്കും? H4' is equal to ആക്ച്വൽ വർക്ക് 9.4775 പ്ലസ് H3 0.08 ബാറിൻ്റെ ഫ്ലൂയിഡ് എൻതാൽപ്പി വാല്യൂ എത്രയായിരുന്നു? 0.08 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HF വാല്യൂ 173.9. ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് HF4 അല്ലെങ്കിൽ H4' വാല്യൂ കിട്ടും 183.377. ഓക്കെ, കിലോ ജൂൾസ് പെർ കിലോഗ്രാം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Q1 കണ്ടുപിടിക്കാം. Q1 is equal to H1 മൈനസ് H4'. H1ൻ്റെ വാല്യൂ എത്രയായിരുന്നു? 2759. 1ൻ്റെയും 4ൻ്റെയും ഇടയിൽ നമ്മൾ സപ്ലൈ ചെയ്ത ഹീറ്റ് വാല്യൂ. സോ 2759.9 മൈനസ് 183.377. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് 2576.522 എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദി ഹീറ്റ് സപ്ലൈഡ്
ഇൻ സ്പെസിഫിക് വാല്യൂ ആണ്. സോ നമുക്കറിയാം എഫിഷ്യൻസി തെർമൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട്. നെറ്റ് വർക്ക് എത്രയായിരുന്നു? 810.05 ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട് 2576.522. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 31.43% എന്ന് കിട്ടും. സോ തെർമൽ എഫിഷ്യൻസിയും നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. സോ അതും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് ദ ഹീറ്റ് സപ്ലൈഡ് ഇൻ ഹീറ്റിംഗ് പ്രോസസ്സ്. ബോയിലറിൽ വെച്ച് ഫ്ലൂയിഡിലോട്ട് ആഡ് ചെയ്ത എമൗണ്ട് ഓഫ് ഹീറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2576.522. പക്ഷേ ഇത് കിലോ ജൂൾസ് പെർ കിലോഗ്രാമിലാണ്. സോ അതിനെ മെഗാ വാട്ട്സിൽ അല്ലെങ്കിൽ വാട്ട്സിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് can write heat supplied is equal to Q1 വാല്യൂ ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ്. ടോട്ടൽ എത്ര മാസ് ഓഫ് ഫ്ലൂയിഡിലോട്ടാണ് നമ്മൾ ആ ഹീറ്റ് റിപ്പീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത് ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ്. സോ Q1 we have 2576.522 into mass flow rate 123.449. Solve ചെയ്യുമ്പോഴത്തേക്കും we will get the value as 318,069.1261 കിലോ വാട്ട്സ് ടേംസിൽ കിട്ടും. കാരണം Q1 വാല്യൂ കിലോ ജൂൾസിലായതുകൊണ്ട്. സോ നമുക്ക് മെഗാ വാട്ട്സിലോട്ട് കൺവേർട്ട് ചെയ്താൽ 318.0691 മെഗാ വാട്ട്സ് ആണ് നമ്മുടെ ഹീറ്റ് സപ്ലൈഡ് ഇൻ ദി ബോയിലർ. ഓക്കെ.